ഡൊണാൾഡ് ട്രംപ് യുഎസ് പ്രസിഡന്റായി അധികാരമേൽക്കുന്നതിന് മുൻപായുള്ള നയതന്ത്ര നീക്കങ്ങളുടെ തിരക്കിലാണ് മിക്ക ലോകരാജ്യങ്ങളുടെയും തലസ്ഥാനങ്ങൾ. ട്രംപിന്റെ ആദ്യ ഭരണകാലത്തെ സമ്മർദ്ദത്തെ തുടർന്ന് 2019 ഇന്ത്യ ഇറാനിൽ നിന്നും എണ്ണ ഇറക്കുമതി നിർത്തിവെച്ചതാണ്. ട്രംപ് മടങ്ങിയെത്തും മുൻപ് അത് പുനരാരംഭിക്കുന്നതിന് സംബന്ധിച്ച് ഇന്ത്യയുമായി ധാരണയുണ്ടാക്കാൻ തിരക്കിട്ട ശ്രമത്തിലാണ് ഇറാൻ. ജനുവരി 20-നാണ് ട്രംപ് അധികാരമേൽക്കുന്നത്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന മലയാളിയായ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാമെന്ന് ഇറാൻ അറിയിച്ചതും അതിന്റെ ഭാഗമാണ്. യമന്റെ നല്ലൊരു പ്രദേശം കൈയടക്കി വച്ചിരിക്കുന്ന ഹൂതി വിപ്ലവ സംഘങ്ങളുടെ മേൽ ഇറാനുള്ള സ്വാധീനം ഉപയോഗിച്ച് ഇതിന് ശ്രമിക്കാമെന്നാണ് ഇറാൻ അറിയിച്ചത്. ഇറാനിലെ ചാബഹാർ തുറമുഖത്തിൽ ഇന്ത്യയുടെ വാണിജ്യ സാന്നിധ്യം ഉറപ്പിച്ചു കിട്ടുന്നതിലും ഇറാന് താൽപ്പര്യമുണ്ട്. ചബഹാറിലൂടെ എത്തിക്കുന്ന ചരക്കുകൾ റോഡ് മാർഗം ഇറാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും റഷ്യയിലേക്കും അയക്കാനുള്ള സംവിധാനം പൂർത്തിയാക്കുന്നതിൽ ഇരു രാജ്യങ്ങൾക്കും മാത്രമല്ല റഷ്യയ്ക്കും താൽപ്പര്യമുണ്ട്. ഏതാനും ആഴ്ചകളായി മിക്ക ഏഷ്യൻ തലസ്ഥാനങ്ങളിലെയും റഷ്യൻ എംബസികൾ തങ്ങളുടെ ആതിഥേയ രാജ്യങ്ങളിലെ വിദേശ വകുപ്പുകളുമായി നിരന്തര സമ്പർക്കത്തിലാണ്. ട്രംപ് അധികാരത്തിലെത്തിയാലും തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് ഹാനി ഉണ്ടാകാത്ത വിധം കാര്യങ്ങൾ ഉറപ്പിക്കാനാണ് റഷ്യയുടെ ശ്രമം. ഇന്ത്യ-പാകിസ്ഥാൻ ബന്ധങ്ങളിലും ഇന്ത്യ-ചൈന ബന്ധങ്ങളിലും പുരോഗതി ഉണ്ടാകാൻ റഷ്യ താൽപ്പര്യമെടുക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ബ്രിക്സ് യോഗത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ കഴിഞ്ഞ മാസത്തെ ഇസ്ലാമാബാദ് സന്ദർശനത്തിന് പിന്നിലും റഷ്യയുടെ കൈകൾ കാണുന്നവരുണ്ട്. യുക്രൈൻ വിഷയത്തിൽ ട്രംപ് പൊതുവെ റഷ്യയ്ക്ക് കൂടി താൽപ്പര്യമുള്ള രീതിയിൽ നീങ്ങുമെന്നാണ് റഷ്യൻ നേതൃത്വത്തിന്റെ പ്രതീക്ഷ. യുക്രൈനുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്നും 2 ആഴ്ച മുൻപ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയതും ഇതിന്റെ പശ്ചാത്തലത്തിലാണ്. ഇതിനിടെ യുഎസുമായി ഉയർന്ന സാങ്കേതിക വിദ്യാരംഗത്തെ സഹകരണം സംബന്ധിച്ച് നിലവിലുള്ളതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ വിഷയങ്ങളിൽ ഇന്ത്യക്ക് ആശങ്കകളുണ്ട്. യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സല്ലിവന്റെ ഇന്ത്യ സന്ദർശനം ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാക്കാനാണെന്ന് അറിയുന്നത്. 4 കൊല്ലം മുൻപ് ഡൊണാൾഡ് ട്രംപിന്റെ അനുയായികൾ പാർലമെന്റ് മന്ദിരം കയ്യേറിയതിന്റെ നടുക്കുന്ന ഓർമ്മകളുമായാണ് യുഎസ് കോൺഗ്രസ് സംയുക്ത സമ്മേളനം നടക്കുന്നത്. അന്ന് പാർലമെന്റ് മന്ദിരം കയ്യേറിയതിന്റെ പഴി കേട്ട ട്രംപ് ഇത്തവണ തകർപ്പൻ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ തിളക്കത്തോടെ അധികാരത്തിലേക്ക് വീണ്ടും എത്തുന്നുവെന്ന വ്യത്യാസം മാത്രം. അടുത്ത യുഎസ് പ്രസിഡന്റായി ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന നടപടിക്രമങ്ങൾക്ക് അധ്യക്ഷം വഹിക്കുന്നത് അദ്ദേഹത്തോട് പരാജയപ്പെട്ട കമലാ ഹാരിസ് ആണ്. യുഎസ് വൈസ് പ്രസിഡന്റ് സെനറ്റ് പ്രസിഡന്റ് കൂടി ആയതിനാലാണ് ജനപ്രതിനിധി സഭ സെനറ്റ് സംയുക്ത സമ്മേളനത്തിൽ കമല അധ്യക്ഷയാകുന്നത്. 2020 തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജോ ബൈഡന്റെ വിജയം പ്രഖ്യാപിക്കാനായി 2021 ജനുവരി 6-ന് കൂടിയ കോൺഗ്രസ് സംയുക്ത സമ്മേളനം ട്രംപ് അനുകൂലികൾ അതിക്രമിച്ചു കയറി അലങ്കോലപ്പെടുത്തിയത് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ ശോഭ കെടുത്തി. പുറത്തുനിന്നുള്ളവരുടെ കടന്നുകയറ്റം തടയാനുള്ള സുരക്ഷാ ക്രമീകരണ നിയമം പരിഷ്കാരങ്ങളെല്ലാം പിന്നാലെ നടപ്പാക്കിയിരുന്നു. ബൈഡൻ ജയിച്ചത് അട്ടിമറിയിലൂടെയാണെന്നും തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും ആരോപിച്ചാണ് കഴിഞ്ഞ തവണ ട്രംപ് പരാജയം അംഗീകരിക്കാതെ ഇടഞ്ഞു നിന്നത്. നവംബർ 5-ന് നടന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ ജനപ്രിയ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡൊണാൾഡ് ട്രംപിന് 312 ഇലക്ടർ വോട്ടും കമലാ ഹാരിസിന് 226 ഇലക്ടർ വോട്ടുമാണ് ലഭിച്ചത്. 50 സംസ്ഥാനങ്ങളിൽ നിന്നും ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയയിൽ നിന്നുമുള്ള ഇലക്ടർമാർ ഡിസംബർ 17-ന് ഒത്തുകൂടി വോട്ട് ചെയ്തു. ഈ വോട്ടുകൾ എണ്ണി വിജയികളെ പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക ചടങ്ങാണ് നടന്നത്. മഹാഗണിയിൽ തീർത്ത പ്രത്യേക പെട്ടികളിലാക്കിയാണ് ഇലക്ടർ വോട്ടുകൾ സഭയിലെത്തിക്കുന്നത്. ഓരോ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പ് ഫലം ഉറക്കെ വായിച്ചതിന് ശേഷം സീൽ പൊട്ടിച്ച് ആ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തും. തുടർന്ന് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് വിജയികളെ കമല പ്രഖ്യാപിക്കും. ഫലം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നതോടെ ജനുവരി 20-ന് ഡൊണാൾഡ് ട്രംപ് യുഎസ് പ്രസിഡന്റായി, JD വാൻസ് വൈസ് പ്രസിഡന്റായും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും.